ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. സാറ്, നമ്മൾ മരിയൻ സുഹൃതങ്ങളിലൂടെയുള്ള യാത്ര തുടരുന്നു. നമ്മൾ 16 വരെ എത്തി. ഇനി 17 പറയേണ്ടത്. ഇത് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവാൻ കേട്ടോ. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇതേവരെ ധ്യാനിച്ചതേവരെ എനിക്ക് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഞാൻ സ്വന്തമാക്കി എടുത്തത് 18 മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മരിയൻ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ 7 പിന്നീട് കിട്ടിയ കൂട്ടിച്ചേർത്തത്. ഞാൻ പറഞ്ഞ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് എബ്രഹാം കടിയക്കുഴിയച്ചൻ നമ്മുടെ പാലക്കാട് മുണ്ടൂർ നടത്തിയിരുന്ന മരിയൻ ധ്യാനത്തിലാണ് ഞാനിത് ആദ്യത്തെ 7 സുഹൃത്തുക്കൾ സ്വായത്തമാക്കിയത്. അവിടുന്ന് പിന്നീട് മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള പ്രാർത്ഥനയിലും സ്വാംശീകരിച്ചെടുത്തതാണ്. അങ്ങനെയാണ് നിരന്തരം എല്ലാ ദിവസവും ഒറ്റ ദിവസം വിടാതെ അതിനുശേഷം ഈ പ്രാർത്ഥിക്കുന്ന 18 സുഹൃത്തുക്കളും. അത് ആഴമേറിയ മൗനം, അഗാധമായ എളിമ, അനുസ്യൂതമായ വിശ്വാസം, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, തീക്ഷ്ണമായ സ്നേഹം, തീവ്രമായ പ്രാർത്ഥന, ഉറച്ച ശരണം, നലം തികഞ്ഞ വിശുദ്ധി, മരണം വരെയുള്ള വിശ്വസ്തത, നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി, നിതാന്തമായ ജാഗ്രത, സ്ഥിരമായ ഉത്സാഹം, സമ്പൂർണമായ സമർപ്പണം, ജ്ഞാനത്തിന്റെ അടയാളമായി സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ, സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കൃപ, ദൈവത്തോടും ലോകത്തോടുമുള്ള തുറവി, പ്രസാദപരത്തിലുള്ള നിലനിൽപ്പ്. ഇനി 17 നമുക്ക് പ്രവേശിക്കണം. പ്രസാദപരത്തിലുള്ള നിലനിൽപ്പിനോട് തന്നെ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒന്നാണ്, ധ്യാനിക്കേണ്ട ഒന്നാണ്, പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് ദൈവസ്നേഹത്തിലുള്ള നിറവ്. 17 ദൈവസ്നേഹത്തിലുള്ള നിറവ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നമുക്ക് സുവിശേഷത്തിലൂടെ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ കൃത്യമായി പറഞ്ഞു കിട്ടിയിട്ടുള്ളതാണ് ദൈവസ്നേഹം. എന്താ ദൈവം സ്നേഹമാകുമെന്ന് പറയാൻ കാരണം? ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ പേര് ചൊല്ലി വിളിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത്. എൻ്റെ പേരറിയുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാനല്ലാതെ വേറൊരാളെ ഇതേവരെ സൃഷ്ടിച്ചിട്ടില്ലാത്ത, ഇനിയും സൃഷ്ടിക്കില്ലാത്ത, എന്നോട് അത്രമാത്രം വ്യക്തിബന്ധം പുലർത്തുന്ന എൻ്റെ ദൈവം. നമ്മുടെ ദൈവം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇതെൻ്റെ ദൈവം, ഞാനും എൻ്റെ ദൈവവും. അപ്പം എൻ്റെ ദൈവം എന്നുള്ള ആ ഒരു അടുപ്പം, ആഴമേറിയ ആ ഒരു അനുഭവം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആ ഒരു നിറവുണ്ടായാലേ സാധിക്കുള്ളൂ. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ ആ സ്നേഹത്തിൽ നിറയാൻ സാധിക്കും. നമ്മുടെ ഒരു കപ്പച്ചനച്ഛനുള്ളൂ, തോബിയാസ് അച്ഛൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നത്. തോബിയാസ് അച്ഛൻ ഒരു ജയിൽ പുള്ളിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ പേര് ഓർമ്മ ശരിയാണെങ്കിൽ പേര് ജോൺ എന്നായിരുന്നു, എന്തോ ആവട്ടെ. അപ്പോൾ ജോണിന് ഒരിക്കലൊരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു ദിവസം ക്രിസ്മസിന് അച്ഛനൊരു പുതിയ നിയമം സമ്മാനം കൊടുത്തു. ബൈബിൾ പുതിയ നിയമം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇതാണ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അച്ഛൻ ജോണിന് പുതിയ നിയമം കൊടുത്തപ്പോൾ അതിനകത്ത് എഴുതി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ജോണിനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. ബൈബിളിൽ തിരുത്തി എഴുതി.
ലോകത്തെ എന്നുള്ളിടത്ത് ജോൺ. കാരണം ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണല്ലോ, അതെ, വളരെ വ്യക്തിപരമാണ്. ലോകത്തെ നമ്മുടെ എന്നുള്ള ഒരു പൊതുവല്ല, വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ അച്ഛൻ പറയുകയാണ്, ഈ വചനം അല്ലെങ്കിൽ അച്ഛൻ എഴുതി കൊടുത്ത ഈ ഒരു വാചകം 1000-ഓളം പ്രാവശ്യം അദ്ദേഹം വായിച്ചു. അത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു വായിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി ജയിലിൽ നിന്നും പുറത്തു വന്ന ഒരു ദൈവ മനുഷ്യൻ്റെ കഥ. ഇത് ഒട്ടേറെ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്കും ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിറമുള്ളിടത്ത് എന്തുണ്ടാവും? കുറവുണ്ടാവില്ല. നിറവില്ലാത്തടത്തോ കുറവേ ഉണ്ടാവുള്ളൂ. ആ കുറവ് ആര് നികത്തും? ആ കുറവിലാണ് ആര് കയറി കൂടുന്നത്? സാത്താൻ കയറി കൂടുന്നു. ദൈവം എന്നുള്ളത് സത്യമാണ്, അതേപോലെ തന്നെ സാത്താൻ, ഈവിൾ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയണം. ആ സാത്താന് മനുഷ്യനെ പരീക്ഷിക്കാനായിട്ടുള്ള അവകാശം മേടിച്ചെടുത്തിട്ടുള്ളവനുമാണ്. കാരണം ദൈവത്തോട് നമ്മുടെ ആത്മാവിന് വേണ്ടി അവൻ പിടിവലി നടത്തുന്നവനാണ്. അമ്മ നമ്മുടെ ആത്മാവിന് വേണ്ടി പിടിച്ചു വലിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ വേണ്ടി പിടിച്ചു വലിക്കുന്ന ആ സ്വാതന്ത്ര്യം സാത്താനുള്ളതാണ്. അപ്പോൾ സാത്താൻ എന്നുള്ള യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ജീവിതത്തിൽ സാത്താനിൻ്റെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. പരീക്ഷയെ ജയിക്കാൻ ഓർമ്മയും അറിവും മതി. പക്ഷെ പരീക്ഷണങ്ങളെ ജയിക്കാൻ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ മറികടക്കാൻ, കടന്നു പോകാൻ, പരീക്ഷണങ്ങളിൽ പെടാതെ കടന്നു പോകാൻ, ജയിച്ചു വരാൻ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നമുക്കുണ്ടാവണം. കുറവുണ്ടെങ്കിൽ അത്രയും കുറവിലേക്ക് അത്രയും തിന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും, നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അപ്പോൾ ദൈവത്തിനും സാത്താനും ഒരുമിച്ച് വസിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും തുരത്തുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചില പ്രാർത്ഥനകൾ ലോകത്തിൻ്റെ തന്ത്രങ്ങളിൽ പെടാതെ കാത്തു സൂക്ഷിക്കുന്നത്. ഈശോ കൃത്യമായിട്ട് യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിൽ അവസാന ഭാഗത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ലോകത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കുന്നതാണ് വിശ്വാസം. ആ ഒരു 16, 17, 18 അധ്യായങ്ങളിലൂടെയുള്ള ഒരു തീവ്രമായ പ്രാർത്ഥന മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആഴങ്ങളിൽ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് അത്രമാത്രം എന്നോട് വ്യക്തിപരമായ സ്നേഹമുള്ളതുകൊണ്ട് എന്നിൽ ആ സ്നേഹം നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, നിറവിൻ്റെ കുറവ് വന്നാൽ കുറവിൽ കയറിക്കൂടുന്ന സാത്താൻ കയറിക്കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈശോ നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പ് കൊണ്ട് കൂടെയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിലുള്ള നിറമുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയാണ് ഒരു തരത്തിലും ഒരു പരീക്ഷയിലും പെടാതെ ഒരു പ്രലോഭനത്തിലും വീഴാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവഹിതം അന്വേഷിച്ച് ജീവിച്ച് ദൈവഹിതം അനുവർത്തിച്ച് ജീവിക്കാൻ മറ്റുള്ളവരെ സഹായിച്ച് ദൈവഹിതം അനുവർത്തിക്കാൻ മടി കാണിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ദൈവഹിതം വർത്തിക്കാനായിട്ട് അവർക്ക് ഉണർവ് കൊടുത്ത്, ഉണർവിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി അവരെയും ഒരു നിറവിലേക്ക്, ദൈവത്തിൻ്റെ നിറവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൻ്റെ പാരമ്യത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ലഭിച്ച ശിഷ്യന്മാർക്ക് ആ നിറവ് അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ പലരും ഇതുപോലെ തന്നെ പലപ്പോഴും വലിയ നിറവോട് കൂടിയാണ് പലപ്പോഴും പുറത്തു വരുന്നത്. നമ്മുടെ സ്ത്രീയൻ അപ്പോസ്തലന്മാർക്ക് ആദ്യം സംഭവിച്ചത് തന്നെയായിരുന്നല്ലോ. അവർ ഈശോയുടെ കൂടെ 3 കൊല്ലത്തോളം പരസ്യ ജീവിതകാലത്ത് താമസിച്ച്, കൂടെ നടന്ന്, കൂടെ വസിച്ച് വലിയ നിറവ് അനുഭവിച്ചവരായിരുന്നു. പക്ഷെ ചെറിയൊരു ഇടവേള വന്നപ്പോൾ നിറവ് പോയി, കുറവുകളായി, അവസാനം കുറവ് നിറവായി. കുറവ് നിറവായപ്പോൾ അവർ ഉപേക്ഷിച്ചവരിലേക്ക് തിരിച്ചുപോയി. വള്ളവും വലയും ഉപേക്ഷിച്ചവരായിരുന്നു.
ഉപേക്ഷിച്ച വള്ളവും വലയും അന്വേഷിച്ച് അവർ പോയി. അത് ഈ നിറവിൻ്റെ കുറവും, അത് കുറവ് നിറവായിട്ട് മാറുമ്പോഴാണ് ഉപേക്ഷിച്ച് തിരിച്ചു. അപ്പോൾ അങ്ങനെ പോയവരെ തിരിച്ചു കൊണ്ടെന്നാണ് അമ്മ. കാരണം ഈ കുറവ് നിറവായി മാറ്റിയിട്ട് നിറവ് തന്നെയാവണം, നിറഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ബലപ്പെടുത്താൻ സഹായിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കാനായിട്ട് ദൈവസ്നേഹത്തിൻ്റെ നിറമായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു സഹായവും പരിശുദ്ധ അമ്മയുടെ ഒരു 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 മാതൃകയും നമുക്കൊരു സഹായം മാത്രമല്ല, പ്രചോദനങ്ങളും കൂടിയാണ്. ആ അമ്മയെ ഓർക്കുമ്പോഴും ആ അമ്മയുടെ ഭക്തരായിട്ട് മാറുമ്പോഴും ഇപ്രകാരം ദൈവസ്നേഹം കൊണ്ട് നിറയാനായിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഹൃദയത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കാം എന്നുള്ള പാട്ട് നമ്മൾ പാടുന്നത്. സത്യത്തിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവാണ് ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി നിർത്തുന്നത്. ദൈവസ്നേഹം നിറയുന്നില്ല, കുറവുണ്ടാകുമ്പോഴാണ് പാപത്തിലേക്ക് പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന വിശുദ്ധർ നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ല, ഈ ദൈവസ്നേഹത്തിലുള്ള നിറവാണ്. അവർ ദൈവസ്നേഹത്തിലുള്ള നിറവ് അവരുടെ മുഖത്ത് നോക്കിയാൽ എന്തൊരു ഗ്രേസ് ചിലരെ കുറിച്ച് പറയില്ലേ. കാരണം ആ വിശുദ്ധിയുടെ ആ സ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് മുഖത്ത് പ്രതിഫലിക്കും. ഈശോനെ പറഞ്ഞില്ല, നമ്മൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പം ഹൃദയത്തിൽ ദൈവം നിറഞ്ഞിരിക്കുകയാണെങ്കിലോ അധരത്തിൽ നിന്ന വാക്കുകളും ദൈവിക വാക്കുകളായിരിക്കും. ഹൃദയത്തിൽ ദൈവം നിറഞ്ഞിരിക്കുകയാണെങ്കിലോ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ആ കയ്യിലിരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അത് ദൈവികമായിരിക്കും. ഹൃദയത്തിൽ ദൈവം നിറഞ്ഞിരിക്കുകയാണെങ്കിലോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളോ ദൈവികമായിരിക്കും. ഹൃദയത്തിൽ ദൈവം നിറഞ്ഞിരിക്കുകയാണെങ്കിലോ നമ്മൾ നടക്കുന്ന വഴികളോ ദൈവിക വഴികളായിരിക്കും. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിന് നിറവില്ലാത്തതാണ് ഈശോ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ അപകടം സംഭവിക്കുന്നത്. നമ്മൾ വഴി മാറിപ്പോകുന്നത്, ചിന്ത മാറിപ്പോകുന്നത്, നടപടി മാറിപ്പോകുന്നത്, നമ്മുടെ പ്രത്യുത്തരം മാറിപ്പോകുന്നത്, വാക്കിലൂടെ നമുക്ക് പിഴയ്ക്കുന്നത്, ഈ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. നമ്മളെപ്പോഴും ഈ ഒരു ദൈവസ്നേഹത്തിൻ്റെ നിറവിലായിരിക്കാൻ മാതാവ് നമ്മളെ എങ്ങനെയൊക്കെയാണ് സാറെ സഹായിക്കുന്നത്? നമ്മുടെ പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവസാന്നിധ്യ സ്മരണ എന്ന് പറഞ്ഞുകൊണ്ടൊരു സുഹൃത്തം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. ദൈവസാന്നിധ്യ സ്മരണ, ദൈവത്തിൻ്റെ സാന്നിധ്യം സ്മരിക്കുന്ന ഒരാളാണ്. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ മണിയടി കേൾക്കുന്നതുമൊക്കെ ഇപ്രകാരം ദൈവിക സാന്നിധ്യ സ്മരണ ഉണർത്താൻ വേണ്ടി പത്രികാല ജപങ്ങൾ സന്ധ്യയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ദൈവസാന്നിധ്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവസാന്നിധ്യ സ്മരണ എവിടെയെങ്കിലും അത് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ എന്നുള്ളത് ഇപ്രകാരം ദൈവ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ച് നടന്ന വ്യക്തിയായതുകൊണ്ട് ആ പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് നിറവ് അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. അമ്മയുടെ വലിയ പ്രത്യേകതയല്ല. അമ്മയുടെ ജോലി എന്താ? എപ്പോഴും അമ്മയുടെ ജോലിയും അമ്മയുടെ കൺസേണും എപ്പോഴും മക്കളെ അപ്പനോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പനിൽ നിന്ന് അകറ്റുക എന്നുള്ളതല്ല. അമ്മ യഥാർത്ഥത്തിൽ അമ്മ ചെയ്യുന്ന എപ്പോഴും മക്കളെ അപ്പനോട് ചേർത്ത് നിർത്തുന്നതാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത് എന്താ? ഈ ദൈവസാന്നിധ്യ സ്മരണ, ദൈവത്തെ സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് നമ്മൾ നിർത്താൻ വേണ്ടി. കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും ഈ നിറവ് അനുഭവിച്ചിരുന്ന ആളായിരുന്നു. ഈ നിറവ് അനുഭവിച്ചിരുന്ന അമ്മയുടെ ഒരു ലക്ഷണം എന്തായിരുന്നു? ഈശോയെ സ്വീകരിച്ച ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൽ മറിയം ഗർഭിണിയായി അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ വചനം മാംസമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു. അടുത്ത നടപടി എന്തായിരുന്നു? അപ്പോൾ ഒരു ദൈവസ്നേഹത്തിൻ്റെ ദൈവം നിറഞ്ഞു. എന്താ ചെയ്ത അമ്മ? ഉടനെ ബൈബിളിൽ പറയുന്നു മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ്. എലിസബത്തിൻ്റെ അടുക്കൽ തിടുക്കത്തിൽ പുറപ്പെട്ടു. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ നിറമുള്ള വ്യക്തിയിൽ അതരങ്ങളിൽ നിറയുന്ന സ്തുതിഗീതങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികളും ഉണ്ടാകും. കാരണം സ്നേഹം എന്നുള്ളത് എപ്പോഴും പ്രകടനത്തിൽ നിൽക്കുകയുള്ളൂ. സ്നേഹം എന്നുള്ളത് ഉള്ളിൽ കൊള്ളുന്ന വികാരമല്ല, പ്രകടിപ്പിക്കപ്പെടുന്ന വികാരമാണ്. അപ്പോൾ ദൈവസ്നേഹം എന്നിൽ നിറയുകയാണെങ്കിൽ എന്നിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ പ്രതികരണങ്ങളുണ്ടാവും, പ്രകരണങ്ങളുണ്ടാവും. പ്രകരണങ്ങളാണ് സ്തുതിഗീതങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രതികരണങ്ങളാണ് ജീവിതത്തിൽ അത് നന്മയായിട്ട്, കാരുണ്യമായിട്ട്, സ്നേഹമായിട്ട്, കൃപയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വളർച്ചയിലേക്ക് നയിക്കുന്നതായിട്ട് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പോൾ ആ മറ്റുള്ളവരിലേക്ക് പകരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു 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 പ്രകരണമാണ് പരിശുദ്ധമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവസ്നേഹം എന്നിൽ നിറയാണോ? അത് എന്നിൽ നിറഞ്ഞ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് എന്നിൽ നിന്നും പുറപ്പെട്ട് മറ്റുള്ളവരിലേക്ക് അത് നിറവായിട്ട് മാറാനുള്ളതാണ്.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ മനുഷ്യൻ്റെ സ്വരവും ശ്രവിക്കണമെന്ന് പറയാൻ കാരണം. മനുഷ്യൻ്റെ സ്വരം ശ്രവിക്കാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് അവകാശപ്പെടാനാവില്ല. കാരണം ദൈവം സംസാരിക്കുന്ന പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപങ്ങൾ സംസാരിക്കുന്നു പോകും. അപ്പോൾ ദൈവസ്വരം ശ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ സ്വരവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിലാപവും മനുഷ്യൻ്റെ നിലവിളിയും കേൾക്കാൻ കഴിയണം. മനുഷ്യൻ്റെ വിലാപങ്ങളോ നിലവിളിയോ കേൾക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിൻ്റെ നിറവില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു 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 പിന്നെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടുള്ള ഞാൻ എന്നിലൂടെ ഈ സ്നേഹത്തിൻ്റെ പ്രകടനം തുടരാനായിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ നിറവ് തരുന്നു. എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. ഈ നിറഞ്ഞ് കവിഞ്ഞൊഴുകേണ്ട ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോഴാണ് അവരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മ അതിനാണ് നമുക്ക് ഏവർക്കും മാതൃകയാവുന്നതും ഒരു പ്രചോദനമാവുന്നതും ഒരു ശക്തിയാവുന്നതും. ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമ്മളെ പരസ്നേഹത്തിലേക്ക് നയിക്കും. അതാണ് മാതാവ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. പരസ്നേഹമില്ലാത്ത ദൈവസ്നേഹം അതിൽ തന്നെ അപൂർണമാണ്. ദൈവസ്നേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പരസ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത എന്നിൽ നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് നീതിയുടെ പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ നീതിയുടെ പ്രവൃത്തികളാലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അതുകൊണ്ട് യാക്കോസ്ലീഹ നമ്മൾ പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുന്നവരും മാത്രമാകാതെ അത് പ്രവർത്തിക്കുന്നവരും കൂടിയാണെന്നുള്ളത്. അപ്പോൾ നീതിയുടെ പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നിൽ നിറഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പരസ്നേഹത്തിലേക്ക്, അപരബോധം, അപരനെക്കുറിച്ചുള്ള ചിന്ത, അപരനിലേക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്നിലൂടെ നിറഞ്ഞ് കവിയണം. കാരണം എൻ്റെ ഈശോയ്ക്ക് ഈ ലോകത്ത് എൻ്റേതായല്ലാത്ത കൈകളില്ല. നമ്മൾ മരിയൻ സൊഡാലിറ്റിയുടെ ഒപ്പീസ് ചൊല്ലുന്നതാണ്. ഈ ലോകത്ത് ഈശോയ്ക്ക് എൻ്റെതല്ല നീട്ടാൻ എൻ്റേതായ കൈകളില്ല. ഈശോയ്ക്ക് നടക്കാനായിട്ട് എൻ്റേതല്ലാത്ത കാലുകളില്ല. ഈശോയ്ക്ക് സംസാരിക്കാൻ എൻ്റേതല്ലാത്ത നാവില്ല. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ നിറവ്, സ്നേഹത്തിൻ്റെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടാണ് ദൈവം എന്നെ നിറയ്ക്കുന്നത്. അപ്പോൾ എന്നിൽ നിറഞ്ഞ് കവിയുന്ന ഒരു സ്നേഹം മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിലില്ലാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നിലില്ലാത്ത സ്നേഹം ഞാൻ കൊടുക്കുമ്പോഴാണ് ഈശോ ശപിച്ച കാപട്യം എന്ന് പറയുന്ന ഒരു പാപത്തിലേക്ക് ഞാൻ വീഴുന്നത്. കപടത എന്നുള്ളത് ദൈവം ശപിച്ച ഒരു പാപം തന്നെയാണ്. ഏറ്റവും വെറുക്കപ്പെട്ട പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാരണം എന്നിൽ നിറയാത്തൊരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിച്ചു കൊടുക്കുന്നത്. എന്നിൽ നിറയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പകർന്നു കൊടുക്കേണ്ടത്. ഈശോ എന്നോട് പറയുന്നു, എന്നിൽ നിറയുന്ന ഒരു ദൈവത്തെ പകർന്നു കൊടുക്കാനാണ്, എന്നിൽ നിറയാത്തൊരു ദൈവത്തെ പറഞ്ഞു കൊടുക്കാനല്ല. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവത്തെയാണ് സ്നേഹമായിട്ട് പ്രകടിപ്പിച്ചത്. ദൈവത്തെ അറിഞ്ഞ സ്നേഹത്തെ അല്ല. അറിയുന്ന സ്നേഹവും നിറയുന്ന സ്നേഹവും രണ്ടും രണ്ടാണ്. അറിവ് ബുദ്ധിയുടെ തലത്തിലും നിറവ് ഹൃദയത്തിൻ്റെ തലത്തിലും ഉണ്ടാവും. അപ്പോൾ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമാണ് നമ്മുടെ അധരങ്ങളിലൂടെ ദൈവസ്തുതിയായിട്ടും നമ്മുടെ കരങ്ങളിലൂടെ കാരുണ്യ പ്രവർത്തികളായിട്ടും നിറയേണ്ടത്. സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കായിരുന്നു. ചില കൊന്തയൊക്കെ കുറേയധികം ചെല്ലുന്ന ആൾക്കാരെക്കുറിച്ച് ചില സമയത്തെങ്കിലും ചിലർ പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോഴും കൊന്ത കയ്യിലുണ്ട്, പക്ഷെ പ്രവൃത്തി കണ്ടാൽ അത് ഒരുപക്ഷെ ഈ ഒരു മരിയ ഭക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. മാതാവിൻ്റെ ഈ ഒരു മനോഭാവവും സ്നേഹവും മനസ്സിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് അല്ലേ? നമുക്ക് ഇന്ന് ധാരാളം ഭക്തരുണ്ട്. നമ്മളൊക്കെ ആ ഭക്തരുടെ ഗണത്തിൽപ്പെടും. പക്ഷേ ഈ ഭക്തി നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു രണ്ടാം ഘട്ടമുണ്ട്, അല്ലെങ്കിൽ ഈ നാണയത്തിൻ്റെ ഒരു മറുപുറമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ ഭക്തി എന്നുള്ളത്. പക്ഷെ ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്തിയുടെ അടയാളമായിട്ടുള്ള വിശുദ്ധി മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. ഈ മാതാവിൻ്റെ ഈ മനോഭാവവും നിലപാടുകളും ഒക്കെ നമുക്കുണ്ടാകുക എന്നുള്ളത് അല്ലേ? നമ്മുടെ മറിയം ത്രേസ്യാമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ നല്ലവരാവുകൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പം നല്ലവരാവാൻ ഭക്തി സഹായിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഭക്തി നമ്മളെ പ്രചോദിപ്പിക്കും. അപ്പം ഒരു വശം മാത്രമായിട്ട് നല്ലവരാവാനായിട്ടുള്ള ഒരു ഭക്തിയുടെ പ്രകടനം മാത്രമായിട്ട് ജീവിതം നിന്ന് കഴിഞ്ഞാൽ അതൊരു കപട ഭക്തനായിട്ട് മാറും. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുമ്പോഴാണ് ഭക്തിയുടെ പ്രകടനങ്ങൾ നമ്മളുണ്ടാവേണ്ടത്. അത് യഥാർത്ഥ വിശുദ്ധിയായിട്ട്, കരുണയായിട്ട്, സ്നേഹമായിട്ട്, പിന്നെ നമ്മുടെ ഉപവിയായിട്ടൊക്കെ മറ്റുള്ളവർക്ക് പോകും. അത് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുന്ന ഒരു കൈവഴിയാണ് നമ്മൾ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഇപ്രകാരം ഒരു കൈവഴിയാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സ്നേഹം നമ്മൾ ഒഴുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവഴി കെട്ടി നിർത്തുമ്പോൾ ഒന്ന് കെട്ടി നിൽക്കുന്നത് നമ്മിൽ തന്നെ ദോഷമാവുകയും ചെയ്യും.
അത് അവരിലേക്ക് ചെല്ലേണ്ടത് ചെല്ലാതിരിക്കുകയും ചെയ്യും. ചെല്ലാതിരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല സാറേ, മറ്റുള്ളവർക്ക് അതൊരു ഇടർച്ചയും കൂടി വരത്തില്ലേ? ഇടർച്ചയും വരുത്തുകയും ചെയ്യും, അവർ വരണ്ടു പോവുകയും ചെയ്യും. അപ്പം അതിനും കൂടി നമ്മൾ ഉത്തരവാദിയാവുകയും ചെയ്യും. അവരുടെ നാശത്തിൻ്റെ കാരണം ദൈവം എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ നിറവ് അവരിലേക്ക് ഞാൻ പകരാതിരുന്നുകൊണ്ടാണ്. അപ്പം അവരുടെ ആ കുറവിനും കൂടി ഞാൻ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ സ്വാർത്ഥത വഴിയായിട്ട് അവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവരാതായി അതിനും കൂടി ഞാൻ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞാൻ അവരിലേക്ക് പോകാനുള്ള ഒരു ഉത്തരവാദിത്വം ആയിത്തീരുകയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ബോണിക്ക് മനസ്സിലാവുന്നത് ഞാൻ ബോണിയെ ദൈവത്തെ പ്രതി സ്നേഹിക്കുമ്പോഴാണ്. ഞാൻ എനിക്ക് വേണ്ടി ബോണിയെ സ്നേഹിക്കുമ്പോൾ ഞാൻ കപടനായി. ഞാൻ ബോണിയോട് ദൈവത്തെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും അതുകൊണ്ടും കാര്യമില്ല. നേരെ മറിച്ച് ദൈവത്തെ പ്രതി ഞാൻ ബോണിയെ സ്നേഹിക്കുകയും ബോണിയെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നിൽ നിറച്ച ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ബോണിയിലേക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബോധ്യമാവുന്നതും അതുവഴിയായിട്ട് ദൈവം അടുത്ത ആൾക്ക് സ്നേഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ കൈവഴികളായിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ തുടർച്ച തലമുറയായിട്ട് കൈമാറി പോകുന്ന ദൈവസ്നേഹത്തിൻ്റെ നിറവെന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം നമ്മൾ കെട്ടി നിർത്താനോ നമ്മൾ അനുഭവിച്ച് അവസാനിപ്പിക്കാനോ ഉള്ളതല്ല. ഇത് കൈമാറി കൊടുക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം കൂടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹമല്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന് ജീവിത പങ്കാളിക്ക് അറിയാൻ പാടില്ലേ? പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ സ്നേഹിക്കുന്നത് പറയാറില്ല. എന്തിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്നുള്ളത് സ്നേഹത്തിൻ്റെ നിറവിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. അപ്പോൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വയം ത്യാഗങ്ങൾ ഏറ്റുവാങ്ങാന്നുള്ളത്. പരിശുദ്ധാമ്മ അങ്ങനെ ചെയ്ത അങ്ങനെയല്ല. ഗർഭിണിയായിരുന്നിട്ടുണ്ടെങ്കിൽ കൂടി മലയിടുക്കുകളിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചിട്ടാണ് എലിശാമയെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനും പോയത്. അപ്പോൾ അപ്രകാരം ദൈവം നമ്മൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ ആ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിൽ കുറവ് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറമില്ലാത്തത് കൊണ്ടാണ് അവരന് വേണ്ടിയിട്ട് ഞാൻ കുറയാൻ തയ്യാറാവാതിരിക്കുന്നത്. എവിടെ ഞാൻ അവരന് വേണ്ടി കുറയാൻ തയ്യാറാവുന്നു അതിൻ്റെ അർത്ഥം എന്നിൽ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ ഞാൻ അവരന് വേണ്ടി കുറയാൻ മടി കാണിക്കുന്നുവോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നുവോ അല്ലെങ്കിൽ ഞാൻ തയ്യാറാവാതിരിക്കുന്നുവോ അവിടെ എന്നിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുറവുണ്ടെന്നുള്ളതാണ്. ദൈവസ്നേഹം നമ്മിൽ നിറയുന്നതിനനുസരിച്ച് നമ്മൾ ചെറുതാകാനും കുറയാനും തയ്യാറാവുകയും ചെയ്യും. യോഹന്നാൻ പറഞ്ഞില്ല, ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം. കാരണം ഞാൻ കുറയുമ്പോഴാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി വളരുകയുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള ദൈവത്തെ പ്രതി ഞാൻ സ്നേഹിക്കുന്ന. അപ്പോൾ അവനെ ദൈവത്തിൽ വളർത്തുക എന്നുള്ളതാണ് ഞാൻ കുറയുമ്പോൾ അവൻ വളരുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ കുറയാതെ അവൻ ദൈവത്തിൽ അവൻ വളരില്ല. ഞാൻ കുറയുമ്പോൾ മാത്രമേ. കാരണം ഞാൻ കുറയാൻ തയ്യാറാവുന്നത് തന്നെ ദൈവസ്നേഹം എന്നിലുള്ളതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന വ്യക്തിയായിരിക്കും എൻ്റെ സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തി. കാരണം എന്നിലെ കുറവിലൂടെ അവനിൽ നിറം അനുഭവിക്കുകയാണ്. അപ്രകാരം ഒരു കുറവ് കാണിക്കുന്നവന് മാത്രമേ മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തിൻ്റെ നിറവ് പകരാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ഒരു നിറവ് അപരനിലേക്ക് നമ്മളെ എത്തിക്കും. അതിനാണ് മാതാവ് നമ്മളെ സഹായിക്കുന്നത്. അപരനിൽ ആ നിറവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിൽ കുറവുണ്ടാവുകയും ചെയ്യണം. കാരണം ഞാൻ കുറയാൻ തയ്യാറാവുന്നത് പോലും എന്നിൽ ദൈവസ്നേഹം ഉള്ളതുകൊണ്ടാണ്. മനുഷ്യ സ്നേഹമാണെങ്കിൽ ഞാൻ ഒന്നും കുറയില്ല. അതുകൊണ്ടാണ് മനുഷ്യ സ്നേഹം മാറും, ദൈവസ്നേഹം മാറില്ല എന്നുള്ള പാടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് മാറാതെ അചഞ്ചലമായ സ്നേഹമാണ്. ആ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ സ്നേഹം പകരുന്ന വ്യക്തികളിലേക്കോ സമൂഹത്തിനോ വേണ്ടിയിട്ട് ഞാൻ കുറയാനോ താഴാനോ ചെറുതാവാനോ വേദന ഏൽക്കാനോ ത്യാഗം സഹിക്കാനോ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാനോ ഞാൻ തയ്യാറാവുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് കാരണമാകും. അപ്പോൾ അവൻ ദൈവത്തിലേക്ക് തിരിയും, അല്ലെങ്കിൽ അവൻ മനുഷ്യനിലേക്ക് തിരിയുള്ളൂ. അവൻ കുര്യനെ കുറിച്ച് ചിന്തിക്കും. കുര്യനല്ല അവിടെ ചിന്തിക്കേണ്ടത്. കുര്യനെ ഇപ്രകാരം കുറയാൻ സഹായിച്ച ദൈവത്തെയാണ് അവൻ മഹത്വപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് മദർ തെരേസയോട് ചോദിച്ചത്, ഞാൻ മദർന്ന് വിളിച്ചോട്ടെന്നല്ല, ഞാൻ മദറിനെ ദൈവമേ എന്ന് വിളിച്ചോട്ടെന്ന് വെച്ചാൽ. കാരണം ദൈവത്തിന് മാത്രമേ അവനവനിൽ കുറവ് അനുഭവിച്ചുകൊണ്ട് അവരെന്നെ വളർത്താൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധാമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞുകൊണ്ട് അപരനിലെ വേണ്ടിയിട്ട് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പരാതിയില്ല, സന്തോഷം മാത്രമേ ഉണ്ടാവും. കുറവായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം നമുക്കൊരു ആനന്ദമാണ് അനുഭവിക്കുന്നത്. സ്നേഹം, ശാന്തി, ആനന്ദം എന്ന് പറയുന്നില്ല. ആ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ആ ആനന്ദം കാരണം നമ്മളിലൂടെ മറ്റൊരാൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. അതാണ് ആനന്ദം തരുന്നത്. അതാണ് പരിശുദ്ധമ്മ നമുക്ക് തരുന്ന മാതൃക.
സാറേ, ഈ ആത്മീയ ജീവിത വഴികളിൽ മാതാവിൻ്റെ ഈ സുഹൃത വഴി തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഒത്തിരി ഉപകാരപ്പെടുന്നു. സാറിൻ്റെ ഈ ഒരു വിലയേറിയ വാക്കുകൾക്ക് ഹൃദയം നിറയെ നന്ദി. നിരാമയം നിരം